നീ മറന്നുവെച്ച ഞാൻ. ഇത് പുതിയൊരു നോവലൊന്നുമല്ല. നയന വൈദേഹി സുരേഷിൻ്റെ ലാങ്കിക്കുള്ളിലെ ഒരു കഥ. രേണുവിൻ്റെയും മുരളിയുടെയും ക്യാമ്പസിനുള്ളിലെ പ്രണയകഥ. പ്രണയത്തിലേക്ക് എത്തിച്ചേരുന്ന രേണുവിൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് നല്ല ചിന്തകൾ വളരെ വ്യത്യസ്തമായി എഴുതുവാൻ ശ്രമിച്ചിട്ടുണ്ട് നയന. ചില മനസ്സിന് ചില മനസ്സുകളോട് മാത്രം അടുപ്പം തോന്നും. ആ മനസ്സിനുടമ എപ്പോഴും അടുത്തു വേണമെന്ന് തോന്നും. ചിന്തയും സ്വപ്നവുമെല്ലാം ആ ഒറ്റ ഒരാളിലേക്ക് ഒതുങ്ങും. ഇത്രയും നാൾ അനുഭവിച്ച സ്വാതന്ത്ര്യം നിശേഷം ത്യജിച്ച് മനസ്സ് ഒരാളിലേക്ക് മാത്രം ചങ്ങല കോർക്കും. പ്രണയം തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമായതുകൊണ്ട് പലതും ആലോചിക്കേണ്ടി വരും. മുരളിയെക്കുറിച്ച് നയനയ്ക്ക് തോന്നിയതും ശരിയല്ലേ? മുരളി എന്താണ്, എങ്ങനെയാണ്, ചുറ്റുപാടുകൾ എന്തൊക്കെയാണ്, എല്ലാം പറഞ്ഞു കേട്ട ചെറിയ ഒരു അറിവല്ലേയുള്ളൂ. പക്ഷേ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും അവനവന് മാത്രം അറിയുന്ന ഒരു ഞാനുണ്ടാവും. പ്രണയിക്കപ്പെടുന്ന സമയത്ത് നിശബ്ദമാവുകയും സ്വന്തമാക്കി കഴിയുമ്പോൾ പുറത്തെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഞാൻ. അതുവരെ പ്രണയിക്കപ്പെട്ട വ്യക്തി കാണാതെ ഒളിച്ചു വെച്ച ഞാൻ. അവിടെയല്ലേ പല പ്രണയങ്ങളും തകർന്നിട്ടുള്ളത്. ഇഷ്ടം തോന്നിയ മുരളിയെ പൂർണ്ണമായി വിശ്വസിച്ച രേണുവും സ്നേഹിച്ച കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട മുരളിയും. അതാണ് നീ മറന്നുവെച്ച ഞാൻ.